ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന്. ഇന്ന് എനിക്ക് വന്ന കോളുകളിൽ വെച്ച് എന്താണെന്ന് എനിക്കറിയില്ല, ഇന്ന് ഞായറാഴ്ചയാണ്. അതിൽ കൂടുതൽ കോളുകളും നാട്ടിലും അല്ലെങ്കിൽ വിദേശത്ത് പോയിരിക്കുന്ന മക്കളോ മരുമക്കളോ മദ്യം ലഹരികൾക്ക് അടിപ്പെട്ടിട്ട് തകർന്ന ജീവിതങ്ങളെക്കുറിച്ചുള്ള കണ്ണുനീരിൽ കുതിർന്ന ഫോൺ കോളുകളാണ്. പക്ഷേ അവിടെ പോയിട്ട് അവിടെയൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്ന ഈ ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ പേടിച്ച് നുറുങ്ങിയാണ് വിളിക്കുന്നത്. എന്നിട്ട് പിന്നെ വിളിച്ചോളാമെന്നും പറഞ്ഞ് ഒരു വചനം പറഞ്ഞാന്ന് പറഞ്ഞാൽ, അല്പം മുമ്പ് ഒരമ്മ വിളിച്ച് കരഞ്ഞ ഇതാ മകനും മകൻ്റെ ഭാര്യയും മക്കളും കൂടെ വീട്ടിലേക്ക് പോയി. എന്നേക്കുമായി പോയതല്ലേ, ഇനി വരുമോയെന്ന് അറിയില്ല. അപ്പോൾ വരൂലെന്നാണ് പറയുന്നത്. മദ്യപാനം മാറിയ നോക്കാമെന്നുള്ള അവസ്ഥ. അല്ലെങ്കിൽ ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവനെ കല്യാണം കഴിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ പെൺകൊച്ച് അനുഭവിക്കുന്ന വൈധവ്യം പേർന്ന പോലത്തെ അവസ്ഥ. ഒരിക്കലൊരു സ്ത്രീ എന്നെ കാണാനായിട്ട് വന്ന്, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാനും കൂടെ അവരുടെ സങ്കടക്കഥ കേട്ടിട്ട് കരഞ്ഞുപോയി. ഒറ്റപ്പെട്ട ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഭർത്താവ് മദ്യപാനം മൂലം അയാളുടെ ലിവറിൽ ക്യാൻസറൊക്കെ പിടിപെട്ട് കൂലിവേലക്കാരാണ്, വീട് പൊളിച്ചിട്ടിരിക്കുകയാണ്. തറ കെട്ടി സർക്കാരിൽ നിന്ന് കിട്ടുന്ന സ്കീം പ്രകാരം തറ കെട്ടിയിട്ടുണ്ട്. ഒരു ഷെഡിൻ്റെ അകത്താണ് കിടക്കുന്നത്. അതിനും പുറത്താണ്. അതിന് എപ്പോഴാണ് വന്ന് കയറുന്നത് അറിയില്ല. അതിനിടക്കാണ് ഇയാളുടെ ഈ മദ്യപാനത്തിൻ്റെ ഒരിക്കലും കുഴപ്പമുണ്ടാകാൻ പറ്റുന്നില്ല. ഞാൻ പണിയെടുക്കും, ഞാൻ കുടിക്കും, നീയൊക്കെ ആരാന്ന് ചോദിക്കാൻ കിട്ടുന്ന മുഴുവൻ കുടിച്ചേർക്കുന്ന ഈ മനുഷ്യന് രോഗം വില്ലനായിട്ട് കടന്നു വന്ന്, അപ്പോൾ ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞു. അവസാനം കൈയൊഴിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ ഈ മനുഷ്യൻ അവസാനമായിട്ട് ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കണേണ്, എവിടെ വേണമെങ്കിലും എല്ലാം വിറ്റിട്ടായാലും എന്നെ കൊണ്ടുപോയി ഒന്ന് രക്ഷിച്ചെടുക്ക്. ഞാൻ പണ്ടത്തെ പോലെ ആകൂല, നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം. ഇതിനു മുമ്പ് പലതവണ സത്യം ചെയ്യുകയും ഉടമ്പടി എടുക്കുകയും എല്ലാം ചെയ്തിട്ടും ആ അവസരങ്ങൾ വീണ്ടും ഉണ്ടായേക്കാം. പക്ഷേ ഇപ്രാവശ്യം സംഭവിച്ചതാ അത് നമുക്കുള്ളത് അല്ല. ഇയാൾക്ക് പിന്നീട് അന്ന് അന്ത്യദിനമാണ്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് കണ്ണീര് കുടിപ്പിച്ചിട്ട് കടന്നുപോയി. കാരണം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ആഗ്രഹം, അവസാനത്തെ ആഗ്രഹം കടന്ന് കാണിച്ചത്. പലരും പറയും ഞാനൊക്കെ ഒറ്റടിക്ക് പോകും, അല്ലെങ്കിൽ കിടക്കൂല്ല എന്നൊക്കെ പറയും. അത് നമ്മളല്ലല്ല തീരുമാനിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ജീവിതവും മരണവും ഒന്നും നമ്മുടെ കയ്യിലല്ല. ചിലരൊക്കെ പറയും ഒറ്റടിക്ക് അങ്ങോട്ട് പോകും, പോയച്ചാൽ മതി, അല്ലെങ്കിൽ വല്ലതും ചെയ്ത് പോകാം. അങ്ങനെ വിചാരിക്കണവരൊന്നും ഒട്ടും പോകത്തില്ല. എൻ്റെ അപ്പനൊക്കെ പറഞ്ഞിരുന്നതാണ്. ഒരുപാട് തവണ ആത്മഹത്യ ശ്രമിച്ചിട്ട് മരണത്തിന് പോലും വേണ്ട, പരാജയപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ടായി. അവസാനം ദൈവം ചോരയൊക്കെ ഛർദ്ദിച്ച് കിടക്കുമ്പോൾ വൈദ്യശാസ്ത്രം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയായിട്ടൊക്കെ തിരിഞ്ഞ് പുകവലി, നിക്കോട്ടിൻ ഭയങ്കര പിഴിഞ്ഞു കുടിക്കുമായിരുന്നു. സിഗരറ്റൊക്കെ വെള്ളത്തിയിട്ടിട്ട് അത്രയ്ക്ക് ഭ്രാന്തായിരുന്നു. കിട്ടാതെ വന്നാൽ അതിൻ്റെ കുറ്റിയൊക്കെ വെള്ളത്തിയിട്ട് കുടിക്കും. അപ്പാപ്പനും ഇതുപോലത്തെ തന്നെയായിരുന്നു. കാലൊക്കെ പലതവണ മുറിച്ച് കളഞ്ഞ് രക്തോട്ടം ഇല്ലാതെ. ഇനി അതുകൊണ്ട് തീരുക, സഹിക്കാൻ പറ്റാത്ത വേദനയെന്നാണ് ഇത്. അങ്ങനെയുള്ളവരുടെ അവസ്ഥ സാധാരണ മനുഷ്യൻ്റെ വേദനയല്ല. അപ്പോൾ മദ്യമായാലും പുകവലി ആയാലും രാസലഹരി ആയാലും ഒരു ഭവനത്തിൽ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അയാൾ മരിക്കുന്നുമില്ല ജീവിക്കുന്നുമില്ല, പക്ഷേ ശവപ്പെട്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ദർശനം കിട്ടിയതാണ് മൂടി തുറന്ന് അവിടെ ചാരിക്കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ ബ്രദറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സീനാണ് കാണിച്ചത്. പക്ഷേ ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ആളല്ലേ, ഇങ്ങനെയാണ് ഈശോ കാണിച്ചതെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ശുശ്രൂഷയിലായിരുന്നു, ഫോൺ കോൾ കണ്ട് തിരിച്ചു വിളിച്ചു. അപ്പോൾ പറഞ്ഞു ബ്രദറെ ഇന്നലെ പ്രാർത്ഥിക്കാൻ പോയ ആ മറ്റേ പുള്ളി മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പോകണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭാര്യയും കൂടി അവിടെ ചെന്നു. അവരും കൂട്ടി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അന്ന് ശവപ്പെട്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ പെട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ മൂടി തുറന്ന് ഞാൻ കണ്ട പോലെ അവിടെ കണ്ട സ്ഥലത്ത് ആ മതിൽമേ ചാരി വെക്കുന്നത്. എന്തായാലും അവർക്ക് വിശ്വാസവർദ്ധന ഉണ്ടായ ഒരു സംഭവമാണ്. പക്ഷേ പിന്നീട് ഇപ്പം അറിയുന്ന കാഴ്ച ഇതാണ്, അപ്പനേക്കാൾ വലുത് മോനെന്ന് പറഞ്ഞ പോലെ 10-25 വയസ്സുള്ള മോൻ്റെ ജീവിതം ഇപ്പം
കട്ടപ്പുറത്താണ്. കാരണം അപ്പൻ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളാണെങ്കിൽ മോൻ അതിൻ്റെ അപ്പുറം രാസലഹരിയിലേക്കും ഒക്കെ മദ്യവും രാസലഹരിയിലേക്കൊക്കെ പോയിരിക്കുന്ന അവസ്ഥകൾ. ഞണ്ട് ഇങ്ങനെ നടന്നിട്ട് മക്കൾ നേരെ നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുക. പിന്നെ ഈ മദ്യപാനിയും പുകവലിക്കുന്നവരും അവർക്ക് തന്നെ ദോഷം വരുത്തി വെക്കുന്ന എന്ന് നിങ്ങൾ വിചാരിക്കും. അവിടെ കൊണ്ടൊന്നും തീരില്ല. അത് 1, 2, 3, 4, 5, 6, 7 തലമുറകളിലേക്കൊക്കെ അങ്ങനത്തെ ചികിത്സ, പാരമ്പര്യ ചികിത്സയൊക്കെ ഉണ്ട്. അത് ബൈബിളിൽ തന്നെ ഉണ്ട്. 3, 4 തലമുറ, പുറപ്പാട് 20, 5, 6, ഇതാ 1000 തലമുറ വരെ കരുണ കാണിക്കും. പക്ഷേ 3, 4 തലമുറ വരെ ശിക്ഷിക്കുന്നു. അതായത് ദൈവത്തെ മറന്നും ദൈവത്തെക്കാൾ അധികമായിട്ട് കുടിക്കുന്നവന് ദൈവവും ഇല്ല, ആരും ഇല്ല, എല്ലാ പ്രാർത്ഥനയും വചനവും എല്ലാം പറഞ്ഞാലും അവസാനം അതിൽ തന്നെ പോയി അവസാനിക്കുന്നു. തലച്ചോറിലെ തിക്കെന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉൽപ്പാദനം. അപ്പോൾ ഇന്ന് ഡി അഡിക്ഷൻ സെൻ്ററുകളായിട്ട് ബന്ധപ്പെട്ടാണ് ലഹരി, മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, രാസലഹരിയൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ ചികിത്സ നടക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും ഇന്ത്യ ഗവൺമെൻറ്റും എല്ലാം മദ്യപാനം ഒരു മാനസിക രോഗമാണെന്നും മദ്യപാനി ഒരു മാനസിക രോഗിയാണെന്നും ഒക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചികിത്സകൾ നടക്കുന്നത് മാനസിക രോഗ ആശുപത്രികളായിട്ട് ബന്ധപ്പെട്ട്, ഡി അഡിക്ഷൻ സെൻ്ററുകൾ മാനസിക രോഗ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്നേ ദിവസം പത്രത്തിലൊക്കെ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ച ഇതാണ്. അതുല്യ എന്നൊരു പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയ ഭർത്താവിൻ്റെ പേക്കൂത്തുകൾ, അതിൻ്റെ വീഡിയോ ഒക്കെ കാണാനിടയായി. കുടിച്ചിട്ട് ഉപദ്രവിക്കുന്നതും സാധനങ്ങൾ വലിച്ചെറിയുന്നതും പലതവണയായി. എന്നിട്ടും തീർന്നില്ല. പക്ഷേ എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അതിനേക്കാൾ മുക്കൊടിയന്മാർ ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങളും പരിഹാര മാർഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെ തോപ്പിക്കാൻ, എനിക്കറിയാം ഒരു മനുഷ്യൻ്റെ അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ കുറച്ച് ദിവസം ആശുപത്രി കിടന്നിട്ടാണ് മരിച്ചത്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞ, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന സംഭവമാണ്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞ ഇതാണ്, എനിക്ക് ജീവിക്കണം, ചേട്ടനെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ചേട്ടനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സാധനം, ചേട്ടൻ കുടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് നാൾ കുടിക്കാതിരിക്കും. ഇത് കേട്ടൊന്നും ആരും അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യരുത്. കള്ളു കുടിക്കുന്നവന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്നിട്ട് കുറച്ച് ദിവസം കുടിക്കാതെ ഈ ആശുപത്രിയായിട്ട് നടന്ന. പക്ഷെ അവരവിടെ കിടന്ന് അവർ വെന്ത് അവർ മരിച്ചു സത്യമൊക്കെ ചെയ്തു. പക്ഷെ അയാൾ പിന്നെ വേറെ കല്യാണവും കഴിച്ച് വീണ്ടും പണ്ടത്തെ പോലത്തെ അവസ്ഥ. അപ്പം മാനസാന്തരം ഉണ്ടായാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇനി ഞാൻ കാലാകാലം കുടിക്കൂല എന്നല്ല, ഇന്ന് ഞാൻ കുടിക്കൂല, അങ്ങനത്തെ ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എൻ്റെ അപ്പനൊക്കെ കുടി നിർത്തിയതോടുകൂടി കുടിയും വലിയും ആ കോമ്പൗണ്ടിൽ ആരെയും ഇതുമായിട്ട് കയറ്റാനും സമ്മതിക്കത്തില്ല, ആർക്കും ഇതൊന്നും മേടിച്ചു കൊടുക്കൂല. അതുകൊണ്ട് ഈ മദ്യപിശാച് മൂലം നല്ലോണം ജീവിക്കേണ്ട അനേകം തലമുറകളും കുടുംബങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. പ്രഭാഷകൻ 19:1 പറയുന്നു, മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പമായിട്ട് നശിക്കും. വീണ്ടും 2ാമത്തെ വാക്യം, വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. പിന്നെ എന്തൊക്കെയാണെന്നറിയില്ല അവരുടെ ഓഹരി. 3ാമത്തെ വാക്യത്തിൽ പറയുന്നു, വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. ഇങ്ങനത്തെ ഒരു നാശത്തിലോട്ട് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് സുഭാഷ് തങ്ങളുടെ പുസ്തകത്തിൽ 23ാമത്തെ അധ്യായത്തിൽ 21ാമത്തെ വാക്യം, എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മദ്യപിച്ച് ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. അത് വാസ്തവം. ഞാൻ ഈ പഴയ വസ്ത്രങ്ങളൊക്കെ കളക്ട് ചെയ്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്ന് എടുക്കുന്നവരിൽ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൻ്റെ കെടുകാര്യസ്ഥത, മദ്യപാനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനം മൂലം വരുമാന മാർഗങ്ങൾ അസ്തമിച്ചും നശിപ്പിച്ചും കളയുന്ന അവരുടെ ഭാര്യയും മക്കളൊക്കെ വല്ലവരും ഇട്ട് കഴിഞ്ഞാൽ പഴയ ഡ്രസ്സുകളെങ്കിലും കിട്ടാൻ വേണ്ടി കൊതി പിടിച്ചും അത് വെട്ടിച്ചെറുതാക്കി ഇടാനുള്ള അവരുടെ ആവേശം കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ പലർക്കും പുത്തം മേടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അത് മുഴുവൻ സ്വന്തം
സ്വന്തം സ്വാർത്ഥതക്ക് അടിപ്പെട്ട് സ്വയം നശിക്കുകയും ചെയ്യും, സുഖിക്കുകയും ചെയ്യും. ഇനി സുഖമാണോ? ഒരാൾ എന്നോട് പറഞ്ഞു സുഖമൊന്നുമില്ല ബ്രദറെ, ആദ്യത്തെ 1-2 തവണ അത് ആദ്യം മദ്യം നമ്മൾ കുടിക്കും, പിന്നെ മദ്യം നമ്മളെ കുടിക്കും. കുടിച്ച് മദ്യക്കുപ്പി പോലെ ആയവരെ കണ്ടിട്ടുണ്ട്. കഴുത്തൊക്കെ നീണ്ട്, വയറൊക്കെ വീർത്ത്, കണ്ണൊക്കെ തള്ളി, കണ്ണൊക്കെ ചുമന്ന്, ഉറക്കവുമില്ല, പുറകെ ആരോ ഓടിച്ചിടണ്, പോലീസ് വന്നെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ കേസുകളൊക്കെ. എപ്പോഴും ആയുധമൊക്കെ എടുത്ത് തലോണിയുടെ അടിയിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഹലൂസിനേഷനും അതുപോലെ സ്കീസോഫ്രീനിയ, മാനസിക രോഗമായി മാറിയ അവസ്ഥ, ലഹരി മയക്കുമരുന്നൊക്കെ ഇത് കൊണ്ടുചെന്നെത്തിക്കുന്ന അന്ത്യം ഇതാ. എൻ്റെ പൊന്ന് കൂടപ്പിറപ്പേ, സുഹൃത്തെ, സഹോദര, അപ്പച്ച, നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണ്. പക്ഷേ അവരെല്ലാം ഇത് കേൾക്കുന്നതെന്നറിയാം. അവന് വേറെ പണിയില്ല. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് പുച്ഛിച്ചിട്ടുള്ള ഒരു പുണ്യാളം വന്നേക്കുന്നത് ഇരട്ടപ്പേരൊക്കെ വിളിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ പലരും ഇന്ന് ഈ ലോകത്തില്ല. അതാണ് അവസ്ഥ. വലിയ വെല്ലുവിളിച്ചും ആക്ഷേപിച്ചും മദ്യത്തിൻ്റെ ലഹരിയിൽ എന്താ കാണിക്കും, ഇങ്ങനത്തെ കാര്യം പറയുന്നത് കേട്ടാൽ അവർക്ക് അരച്ചു കൊടുത്താൽ നമ്മളെ വലിച്ചു കുടിക്കും. കാരണം ഇതൊരു അഡിക്ഷനാണ്. ഭാര്യയൊക്കെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. ചിലപ്പോൾ വീട്ടുകാരും അവൻ്റെ അമ്മയും ആൾക്കാരൊക്കെ അവനെ സോപ്പിട്ട് നിൽക്കാൻ വേണ്ടി എല്ലാ കുറ്റവും കൂടി ഭാര്യയുടെ പുറത്ത് വെക്കുന്നതും കണ്ടിട്ടുണ്ട്. അത് പ്രാക്കാണ് കേട്ടോ. എവിടെ വെച്ച് തീർക്കാനാ? പാവം അവനെയും സഹിക്കണം, അതിനും പുറമെ എല്ലാവരും കൂടി ആ ഭാര്യേനെ അല്ലെങ്കിൽ ആ മക്കളെയും കുറ്റപ്പെടുത്തി തിന്നുന്ന അവസ്ഥ. അവരെ ജീവിക്കാൻ അനുവദിക്കും. അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ചില അമ്മായിമ്മമാരൊക്കെ പറയും അവൾ കാരണമാണ് എൻ്റെ മോൻ ഇങ്ങനെ, ഇവള് വന്നേ പിന്നെ ഇങ്ങനെയായത്. ദൈവദൂഷണം പറയല്ലേ. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അവരാകെ തകർന്നിരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കുന്നുണ്ട്, ആരും ഇല്ല അന്വേഷിക്കാം. മക്കൾക്കൊക്കെ എങ്ങനെയെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കും. ഓരോ ദിവസം എന്താ സംഭവിക്കുന്നത് ചിലപ്പോൾ വീട്ടിലെത്തുമെന്ന് പോലും ഉറപ്പില്ല. ആരെങ്കിലുമൊക്കെ വന്ന് വിളിക്കുകയോ ചെയ്യുമ്പോൾ എവിടെയാണ് കിടക്കുന്നത്, ചിലപ്പോൾ വീട്ടിലോട്ട് പോലും എത്തൂല. അപ്പോൾ അതെല്ലാം ശവത്തെ കുത്തുന്ന പരിപാടികളുണ്ടെങ്കിൽ ഈ മദ്യപാനികളുടെ മക്കളോടും കുടുംബാംഗങ്ങളോടൊന്നും ഭാര്യയോടൊന്നും ക്രൂരത കാണിക്കരുത്. അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ നമ്മൾ നശിപ്പിച്ച് കളയല്ലേ. അപ്പോൾ വീണ്ടും സുഭാഷ് ചന്ദ്രയുടെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 29 മുതലുള്ള വാക്യങ്ങൾ, ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ഇത്രയും പരാതിയും കിട്ടിയാൽ തികയായികയും കടവും ജപ്തിയും വീടൊക്കെ നഷ്ടപ്പെട്ടവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് തകർച്ച, അതിൻ്റെ പ്രധാന വില്ലൻ ഏതാ? അല്ലെങ്കിൽ ജോലി കളഞ്ഞു. കാര്യം എന്താ? ഇവിടെ ഒരു പയ്യൻ വന്നു, അവൻ്റെ അപ്പന് നല്ല ഒന്നാന്തരം ജോലി ഒരു പത്രം ഓഫീസിലുണ്ടായതാ. പക്ഷേ മദ്യപാന വില്ലൻ, കുടുംബവും ആണ് പ്രധാന വില്ലൻ. കുടുംബവും തകർന്നു, അവസാനം ജോലിയും നഷ്ടപ്പെട്ടു. അതോടുകൂടി എല്ലാം ഭംഗിയായി. അറ്റം വരെ പോയി എല്ലാം നശിച്ചിട്ട് കയറാൻ നോക്കുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ അഹങ്കാര വർത്താനങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവസാനിപ്പിക്കുക. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ഒരാൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായി. കാരണം ഞാനൊക്കെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ ദുരിതങ്ങൾ ഇരകളാണ്. ഞങ്ങളുടെ അപ്പനും അപ്പൻ്റെ അപ്പനും ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ നല്ല നിലവാരത്തിൽ നല്ല സമ്പത്തിലും സൂക്ഷിച്ചും മെച്ചം വെച്ചൊക്കെ ജീവിക്കുമ്പോൾ ഒരു പെട്ടിക്കട പോലും ഇടാൻ വേണ്ടി പലരുടെ അടുത്തും പോയി അപ്പം കെഞ്ചിയ കാലമുണ്ട്. ആര് കൊടുക്കാനാണ് ഈ കള്ളുകൂടിയന്? എന്ത് വിശ്വസിച്ച് കൊടുക്കും? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ഞങ്ങൾക്ക് നിധി കിട്ടിയെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട് ബോറടിക്കും. ആ രീതിയിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രീതിയിൽ ദൈവം അനുഗ്രഹിച്ച് ഈ ഒറ്റ സാധനം വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഒഴിവാകും. ഒരുപാട് കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവും. പറയാൻ പല ന്യായീകരണം. ദുഃഖം വന്നാൽ മരിപ്പ് വന്നാൽ കുടിക്കും. ശവപ്പെട്ടി മേടിക്കാൻ പോണ പരിപാടിയൊക്കെ ഉണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. ഭയങ്കര ചിലവാണത്. പെട്ടിയുടെ പല മടങ്ങാണ്. കൊടിയന്മാർ പോയി ആഘോഷിച്ച് കമ്മീഷൻ അടിച്ച് അങ്ങനെയുണ്ട്. സ്വന്തം വീട്ടുകാരാണെന്ന് നോട്ടമില്ല, കമ്മീഷൻ അടിച്ചും കള്ളു കുടിച്ചും 4 കാലയിലാണ് വരുന്നത്. അവസാനം മരിച്ചു കിടക്കണം, എഴുന്നേറ്റ് ഓടുന്ന അവസ്ഥ. കൊണ്ടുവരുന്ന പെട്ടി പാകമാകാതെ പിന്നെ വേറെ പെട്ടി മേടിക്കാൻ പോയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ. പല കേസുകൾ ഇതുപോലെ അറിയാം. വല്ലാത്ത നാടകങ്ങളാണ്. അപ്പോൾ പരതാമസത്തിൻ്റെ അന്നും അതുപോലെ കൊച്ചിൻ്റെ കുർബാനക്കൊക്കെയുള്ള പാടിൻ്റെ അന്നൊക്കെ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള നാടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്. കുർബാനക്കൊള്ള പാട് നടക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ
ഈസ്റ്റർ വരല്ലേ, ഓണം വരല്ലേ, ക്രിസ്മസ് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അന്നാണ് ആ കുടുംബത്തിൽ ഏറ്റവും ശരണകേട് എന്ന് പറയുന്ന, ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയെന്ന് പറയുന്ന കുടുംബങ്ങൾ. ഭക്ഷണമൊക്കെ എടുത്ത് വലിച്ചെറിയുന്നവരുണ്ട്, വീട്ടിലുള്ളവർ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇപ്പം കളിയൊന്നും നടക്കത്തില്ല. 112 ഒരു കുത്തുകുത്തിയാൽ ഓൺ ദ സ്പോട്ടിൽ സെക്കൻഡുകൾക്കകം പോലീസ് എത്തും. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ തട്ടൊന്നും നടക്കില്ല. കാരണം പണ്ടത്തെ പോലെ സഹിക്കുന്ന പെണ്ണുങ്ങളുമില്ല. അല്ല, എന്തിനാ സഹിക്കുന്നത്? ഈ തോന്നിവാസം കാണിച്ചിട്ട് വല്ലവരും സഹിക്കേണ്ട കാര്യമുണ്ട്? അപ്പം ദൈവവചനത്തിൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുകയാണ്. ദുരിതവും ദുഃഖവും കലഹവും, ദുരിതം, ദുഃഖം, കലഹം എല്ലാം കൂടെയാണ് മുൾപ്പടർപ്പ് ചുറ്റിയതുപോലത്തെ അവസ്ഥ. ആവലാതി ആർക്കാണ് അകാരണമായ മുറിവുകൾ, അല്ലേ? വന്നതും വിളിച്ചു കയറ്റണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അമ്മ ആരാണ്, പെങ്ങളാരാണ്, മക്കളാരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അന്ധത, അങ്ങനെയുള്ള ലൈംഗിക വൈകൃതങ്ങൾ. ഒന്നുകിൽ ലൈംഗിക ശേഷി നശിക്കും, അല്ലെങ്കിൽ പല മടങ്ങാകും. പിന്നെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എന്താണെന്നറിയില്ല. അവസാനം ജയിലിൽ പോയി കിടന്നാൽ പോലും തീരാത്ത അവസ്ഥ, വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്ന തരത്തിലുള്ള അവസ്ഥ. ഇത്രയും വരെയും പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ തലച്ചോറിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി. നല്ല ചികിത്സകളൊക്കെ ഇന്നുണ്ട്. ആയുർവേദം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹോമിയോ ചികിത്സ ആയാലും ഒന്നിനെയും തള്ളിക്കളയുന്നില്ല. എനിക്കറിയാം നല്ല നല്ല ഡോക്ടർമാർ, നല്ല ചികിത്സകൾ കൊടുക്കുന്ന സൈക്കാട്രിക് ഡോക്ടർമാരുണ്ട്, അതുപോലെ ഹോമിയോ ഡോക്ടർമാരുണ്ട്, ആയുർവേദ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അത് സഹകരിക്കണം. ആദ്യം ഇത്തിരി ഒരു വിഡ്രോവൽ സിംറ്റംസ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പിടിച്ച് നിന്ന് ഒരാഴ്ച ഒന്ന് പിടിച്ച്, 2 ദിവസം, അത് കഴിഞ്ഞ് ഒരാഴ്ച ഒന്ന് പിടിച്ച് നീട്ടിയാൽ പിന്നെ അഹങ്കാരം കൊണ്ട് ഇനിയും കയറി പോരാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്നാളൊരു ചേട്ടൻ പറഞ്ഞ ഇതാ, ഇപ്പോൾ കിഡ്നി പോയിരിക്കണേ, അപ്പോൾ പറഞ്ഞ ഇതാണ്, ഈ വെള്ളം നീ കുടിച്ചോ, പക്ഷേ എന്നാൽ നിനക്ക് ഈ വെള്ളം തന്നെ വേണമെങ്കിൽ, അവസാനം ഇപ്പോൾ ഒരു വെള്ളവും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഡോക്ടർ പറയുന്ന അളവിലുള്ള വെള്ളം മാത്രമേ കുടിക്കാൻ പാടില്ല. ആ വെള്ളം, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല, കള്ളും മദ്യവും ലഹരിയും കുടിക്കാൻ പാടില്ല. അതിലും ഭേദം മരിക്കണതായിരുന്നെന്ന് ആ വ്യക്തി. പക്ഷേ ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി ഭയങ്കര കൊതിയാണ്. അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും പരീക്ഷിക്കരുത്, അവസരങ്ങൾ മുതലെടുക്കരുത്. ആർക്കാണ് ചുവന്ന് കലങ്ങിയ ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കാൻ. കയ്യിൽ 10 പൈസ ഇല്ലേ, കള്ളില്ലേ, അന്നേരം കാണാം ഈ കൂട്ടുകാരൊക്കെ അവിടെ പോകുന്നു. പറയുമ്പോൾ കൂട്ടുകാരെന്നൊക്കെ പറയും. ആരൊക്കെ ഉണ്ടാവുമെന്ന് കാണാം. മാറ്റ് ആൽബോത്ത് എന്ന് പറഞ്ഞാൽ മദ്യപാനികളുടെ മധ്യസ്ഥനായ ഒരു വിശുദ്ധനുണ്ട്. ഇപ്പോൾ അതറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ മാറ്റ് ടാൽബോത്ത് ഈ വിശുദ്ധനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാക്കി സകല പ്രാർത്ഥനയും കഴിഞ്ഞിരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോടുള്ള വെറുപ്പ്, അവനവനോട് തന്നെയുള്ള വെറുപ്പ്, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, അവരുടെ കൂട്ടുകാരോടുള്ള വെറുപ്പ്, അവർ കാരണം ഇവർ കാരണം, അല്ലെങ്കിൽ ആദ്യമായിട്ട് കുടിപ്പിച്ചവർ, കൂട്ടുകൂടിയവർ, ഇവരോടൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ, തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചാൽ ദൈവികമായ ഒരു വിടുതൽ കിട്ടും. സ്വയം തർക്കമോ ന്യായീകരണമോ ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വീഞ്ഞ് കുടിച്ച് സമയം പോകുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ് ചമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. ആ ഏരിയയിലോട്ട് പോലും പോകരുത്. അത്രക്ക് വലിയ പകർച്ചവ്യാധിയാണ്. കോവിഡ് വന്നുപോയ കാലം ഓർമ്മയില്ലേ? അതിനേക്കാൾ വലിയ പിടുത്തം ഇത് പിടിച്ചു കളയും. നോക്കാൻ പോയാൽ പോലും ആകർഷണ ശക്തിയുള്ള ഒരു തിന്മയാണ് ഈ ലഹരി എന്ന് പറയുന്നത്. അത് പലരും കണ്ണീരോടെ പറഞ്ഞിട്ടുള്ള ബ്രദറെ, ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി, മദ്യമാകട്ടെ ലഹരി പദാർത്ഥങ്ങളാകട്ടെ, ഒരു പയ്യനെയും കൂടി ഇവിടെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ അകത്തെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിന്നും പറഞ്ഞ് കൈവച്ചത് മാത്രം ഓർമ്മയുണ്ട്. പക്ഷേ അകത്ത് മുഴുവൻ വാള് വെച്ചുകൊണ്ട് ഓടിയ സംഭവം. പക്ഷെ മാറിയട്ടെ, എല്ലാം മാറി. വചനം കേൾക്കണം, വചനം കേട്ട് പ്രാർത്ഥിക്കണം, ഒരു കൂട്ടായ്മ വേണം. സ്നേഹം കിട്ടാത്തതിൻ്റെ ആ മുറിവുകളൊക്കെ ഉണങ്ങണം. നമ്മൾ പറയാം അവർ അഹങ്കാരികളാണ്, തോന്നിവാസികളാണ്, ഇവനെയൊക്കെ 2 കീറ വെച്ച് കൊടുക്കണമെന്ന് പറയുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പഞ്ചപാവങ്ങളാണ്. ഒന്ന് ചേർത്ത് പിടിച്ചാൽ, ഒന്ന് സ്നേഹം കൊടുത്താൽ, ഒന്ന് പരിശ്രമിച്ചാൽ, മതമിളകിയ ആനേനെ വിഷമുളകുന്ന ചീറ്റുന്ന സർപ്പത്തെയും ക്രൂരജീവികളെയും തേളിനെയൊക്കെ ഇന്നാളൊരുത്തും ബെനിയാത്തിൽ നിറക്കണം, ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പേരും പ്രശസ്തിയും പണവും കിട്ടാൻ വേണ്ടി. അത്രയും പാടൊന്നുമില്ല. ഇതാ
പ്രാർത്ഥനയും വേണം, പരിശ്രമവും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംയമനത്തോടെ നിൽക്കണം. പലയിടത്തും കാണുന്ന ഇതാ, കുടിക്കുന്നവരെക്കാൾ വലിയ പിശാചി അവരുടെ കുടുംബത്തിലുള്ളവരും അവരെ കൈകാര്യം ചെയ്യുന്നവരിലും. വല്ല രക്ഷയുണ്ട? അവരോട് ഏറ്റുമുട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല ബോധത്തിലാണ് ഇവർ കാണിക്കുന്നത്. തലച്ചോറിൻ്റെ ആ നിയന്ത്രണം മുഴുവൻ മദ്യം ഏറ്റെടുത്തു. THIQUE തെക്യു എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉൽപ്പാദനം തലച്ചോറിൽ നിലച്ചു. വേണമെങ്കിൽ അടിച്ചു നോക്ക്, ഗൂഗിളൊക്കെ ഇല്ലേ, യൂട്യൂബൊക്കെ ഇല്ലേ, അടിച്ചു നോക്ക്. വലിയ ന്യായീകരണം ഒന്നും പറഞ്ഞിട്ട് തർക്കിച്ചിട്ട് കണ്ണടച്ചു പിടിച്ചിട്ട് ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ആകില്ല. അതുപോലെ തന്നെ സയൻസ് നല്ല വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എത്ര ശ്രമിച്ചിട്ടും നല്ല മിടുക്കന്മാരായിട്ട് പറയും, എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇല്ലെന്ന് വെച്ചാൽ ഇല്ലെന്ന് പറയും. ഇതൊക്കെ പറയുന്ന വലിയ കൊലകൊമ്പന്മാരെ കണ്ടിട്ടുണ്ട്. അവസാനം ഇങ്ങനത്തെ അവസ്ഥകൾ. അതുകൊണ്ട് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് എളിമപ്പെട്ട് എന്നെ ലഹരി പിടിപ്പിക്കണമേ, യേശുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ, എന്നെ കഴുകണമേ എന്ന് കരഞ്ഞ് ദൈവത്തോട് കാലുപിടിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്ക്, വചനമെടുത്ത് എല്ലാ ദിവസവും ഒരു ഭാവം വായിക്ക്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ, അതുപോലെ 3 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ധ്യാനം, അങ്ങനെ പിന്നെ വർഷത്തിൽ 2 പിന്നെ വർഷത്തിൽ ഒരെണ്ണം. ഇപ്പം ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനൊക്കെ, ഞാൻ ചളിക്കോട്ടെ ശാന്തിനഗർ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയാണ്, ഇടവക വികാരികളുടെ ധ്യാനം നടക്കണേ. അച്ഛനൊക്കെ അപ്പോൾ ഇന്നോട്ട് ധ്യാനത്തിന് പോയേക്കണേ. അപ്പോൾ ഇടവക ഭരിക്കുന്ന ഒരു വൈദികന് ധ്യാനം വേണമെന്നുണ്ടെങ്കിൽ ഈ കുടുംബജീവിതവും കോലാഹലവും ജോലിയും കൂലിയും ഒക്കെ ആയിട്ട് മദ്യവും കൂത്തൊക്കെ ആയിട്ട് നടക്കുന്ന നമുക്ക് എന്തോരം ധ്യാനം വേണം. അന്ന് ധ്യാനം എന്ന് കേട്ടുമ്പോൾ വയലൻ്റ് ആവുന്ന ഒരു സമയമില്ലാത്തവർ. ഈ അൽഫോൺസിക്കോർ പറയുന്നു, മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ പാവം എന്താണെന്ന് വെച്ചാൽ, അഹങ്കാരം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, കുമ്പസാരിക്കാൻ സമയമില്ല. 45 വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ഒരു മുതുകുടിയനെയും കൊണ്ട് അങ്ങനെ പറയാൻ തോന്നിയത്. അങ്ങനത്തെ അവസ്ഥ, മോരഞ്ഞ് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് കെട്ടിവലിച്ചാണ് കൊണ്ടുവന്നത്. കുടുംബത്തിൽ തകർച്ചകൾ, മരണം, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. അത് പ്രായമായവരല്ല, ചെറുപ്പക്കാർ. വലിയ തകർച്ചകൾ, കെടുതികൾ വന്നപ്പോൾ ആരോ പറഞ്ഞു, എവിടെയെങ്കിലും പോയി ഒന്ന് പ്രാർത്ഥിപ്പിക്കുക, എന്താ വെച്ചാൽ മെസ്സേജൊക്കെ എടുക്ക്, നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴാണ്. 45 വർഷമായി കെട്ടുകുമ്പസാരം പോലും അച്ഛന്മാരെ പറ്റിച്ച് തകൃതികൾ കാണിച്ച്, ആ അച്ഛനെ പറ്റിച്ച് ഈ അച്ഛനെ പറ്റിച്ച്, അവിടെ ചെയ്യുന്നു പറഞ്ഞ് ഇവിടെ ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ ചീട്ട് മേടിച്ചു കൊടുത്ത് വലിയ അഹങ്കാരത്തോടെ അന്തസ്സായിട്ട് കെട്ടുകുമ്പസാരം നടത്താതെ കല്യാണം നടത്തി. ആർക്ക് പോയി? വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറയുന്ന ഇതാണ്, മാനസിക രോഗികൾ പോലും സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. എന്തുവഴിയാണെന്ന് അറിയോ? കുമ്പസാരം എന്ന കൂതാശ വഴി. ഇത്രയും പൈസ ചിലവില്ലാത്ത, ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടുന്ന, എത്ര വലിയ പാവം ചെയ്തിട്ട് ചെന്നാലും, എന്ന് പറഞ്ഞാൽ പാവം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അങ്ങോട്ട് ചെന്നാൽ സാരമില്ല, മേലിൽ ചെയ്യരുത്, മേലിൽ പാവം ചെയ്യരുത്, സർവശക്തനായ ദൈവം കനിഞ്ഞ് നിൻ്റെ പാവങ്ങൾ പുറത്ത് നിത്യത്തിലേക്ക് നയിക്കട്ടെ എന്നും പറഞ്ഞ് കരുണയും കാണിച്ച് നല്ല ഉപദേശവും തന്ന് വിടുമ്പോൾ അതുപോലും വേണ്ട അവിടെ വെച്ചേക്കെന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞതാ. കുമ്പസാരം വഴി ഒരുപാട് കെട്ടുകൾ അഴിയുന്നത്. മാനസിക രോഗികൾ, അതായത് മദ്യപാനി സമം ഒരു മാനസിക രോഗിയാണ്. ലഹരി ഉപയോഗിക്കുന്നവർ, ഇതിനൊക്കെ അടിപ്പെട്ടവർ ആരാ? അവരുടെ സമനിലയാണ് തെറ്റുന്നത്, അവരുടെ കൺട്രോൾ. ആൽക്കഹോളിസം എന്ന് പറഞ്ഞ രോഗം, ആ ശരീരത്തിൽ ആൽക്കഹോൾ ഇല്ലെങ്കിൽ വിറയലായി, വെപ്രാളമായി, എന്താ പറയുന്നത് അറിയുന്നില്ല, കാണിച്ചതൊന്നും അത് കഴിഞ്ഞിട്ട് ഓർമ്മയില്ല. ആരും അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. കൊള്ളാം. അപ്പം ഇങ്ങനെ മക്കളൊക്കെ കൊലപാതകികളും തീവ്രവാദികളും കുടുംബത്തിൻ്റെ അന്തസ്സ് നശിപ്പിക്കുന്നവരും ആയിത്തീരുന്നില്ലെങ്കിൽ അതിശയിക്കാനൊന്നുമില്ല. പഠന വൈകല്യങ്ങൾ, ഓർമ്മക്കുറവ്, ചെറിയ പ്രായത്തിലെ തന്നെ കുറ്റകൃത്യങ്ങൾ, ക്രിമിനൽ വാസന എവിടെ നിന്ന് കിട്ടും? ഈ രക്തത്തിൽ കൂടി കിട്ടിയതാ, തലമുറകളിൽ കൂടി പകർന്ന് കിട്ടും. അതുകൊണ്ട് ഈ കുടുംബം നശിപ്പിക്കുന്ന ഈ ബന്ധനം വേണോ? ഒരു മദ്യപാനി അയക്കണ ഒരു മകളെ കെട്ടിക്കുമ്പോൾ ഒരു മദ്യപാനിനെ കൊണ്ട് കെട്ടിക്കാൻ താല്പര്യപ്പെടാറില്ല. കാരണം ഈ കെണി, ഈ ചതി ആർക്കും വരരുത്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഈ സാധനം ഇനി അന്വേഷിച്ച് നടക്കണ്ട. ഈ കൈകൊണ്ട് പോലും തുടരുത്. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി. സുഭാഷിതം 23 കേട്ടോ, 29 മുതലുള്ള വാക്യമാണ് താഴോട്ട് വായിക്കുന്നത്. വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്, അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുക, അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അണലി എന്താ കഥ പറയും, പട്ടി കടിക്കണ പോലെ, ഈ പ്രസവിച്ച പട്ടി കടിക്കണ പോലെ കടിച്ച് പറിച്ച് കളയുമെന്ന് പറയും. ചന്നം പിന്നെ കടിച്ച് കളയും. ഇതാണ് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും, കൊത്തിപ്പറിച്ച് കളയും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും
വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലും ആയിത്തീരും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണം, സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇതുപോലെ തകർന്ന വ്യക്തികളോ കുടുംബങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഇട്ട് കൊടുത്തേക്കുക. എപ്പോഴെങ്കിലും ഒന്ന് അവർ കണ്ടു കിട്ടിയാൽ പരിശുദ്ധാത്മാവാണ് മോചനം തരുന്നത്. മാനസാന്തരം ഉണ്ടായാലേ മാറ്റം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ന്യായീകരണവും തുറക്കും. പക്ഷേ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം പാഴായി പോകുകയില്ല. റോമ 9:6 ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വചനം പറയുന്നവരൊക്കെ എൻ്റെ അപ്പനൊക്കെ പച്ചത്തെറി വിളിക്കുമായിരുന്നു, ആക്ഷേപിച്ചു വിടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവം തൊട്ട പരിശുദ്ധാത്മാവ് നിറഞ്ഞ പാവപ്പെട്ട മനുഷ്യർ വീണ്ടും വീണ്ടും കാണാം. ആരെങ്കിലും ഒന്ന് വരണേ, ദൈവമേ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വശം അടി കിട്ടിയാൽ അപ്പുറത്തെ വശം കൊണ്ട് തടുത്ത് നാണം കെട്ടിയിരിക്കുന്ന, കാരണം അവരും അതുപോലെ ജീവിച്ചിട്ടുള്ളവരാണ്. ഈ കുടുംബത്തെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ ദൈവം പറഞ്ഞു വിട്ട ആളുകളൊക്കെ വചനവും കൊണ്ട് വരുന്നതും അവസാനം അപ്പന് വചനം മാത്രം മതിയില്ല. വചനത്താൽ ലഹരി പിടിച്ച ഇതുപോലെ കഷ്ടപ്പെടുന്ന അനേകർ, അത്രയും പോലും പാടുപെടാതെ അനേകരെ സഹായിച്ച മീൻസ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒന്ന് തോളത്തപ്പം കൈയിട്ട് പിടിച്ചാൽ മതി. ദൈവം അതൊരു കൃപയാക്കി മാറ്റി. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. എന്തോരം പേരെ മാറ്റിയെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഒരുപാട് ശിക്ഷഗണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കൃപയാണ് കേട്ടോ, ഈശോയുടെ ശക്തിയാണ്. കാരണം അങ്ങനെ ഒരു കൃപയാക്കി ദൈവം മാറ്റി. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ, എന്തൊക്കെയാണെന്ന് നോക്കി ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആയിത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല, അവർ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല, ഞാൻ എപ്പോഴാണ് ഉണരുക, ഞാൻ ഇനിയും കുടിക്കും. ദേ കിടക്കണം, ഇത്രയും കിട്ടിയിട്ട് പഠിച്ചിട്ടില്ല. അടി ഇടിയും വഴക്കും കേസും ലൈസൻസും കട്ട് ചെയ്ത് അപകടവും ഉണ്ടായി. ഭൂരിഭാഗം അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുന്നത് ഇതാണ്. ഞങ്ങൾ ഒരു തവണ ഇതുപോലെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ആ കുടുംബക്കാർ, ഇപ്പം അങ്ങനത്തെ കേസിലൊന്നും പോയി ഇടപെടാറില്ല കേട്ടോ, പണ്ടത്തെ കാലമല്ല. അപ്പോൾ ഞാൻ ചെന്നു, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന പ്രാർത്ഥനക്കാരൻ മാത്രമല്ലല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ കാര്യമില്ല. അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു, 112 വിളിച്ചു, പോലീസ് വന്നു. പക്ഷേ ഇവൻ ഈ ലഹരി അടിച്ചവൻ അവൻ്റെ അടിവസ്ത്രം പോലും എല്ലാ തുണിയും ഊരിക്കളഞ്ഞിട്ട് വാ സാറേ അയ്യോ എന്നാ എൻ്റെ തുണിയെല്ലാം ഊരിക്കളഞ്ഞു എന്നും പറഞ്ഞ് ആളെ കൂട്ടാനും കരയാനും നോക്കുമ്പോൾ ഈ പോലീസുകാരെന്ത് ചെയ്യും? നല്ല മനുഷ്യർ, അവരുടെ ജോലിയാണ്. അവനെ കയറി പിടിച്ച് കെട്ടുമ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ തുണി പിടിപ്പിക്കാൻ നോക്കുമ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുത്താൽ അത് മതി നാളെ കേസ് തിരിച്ചു വരാനായിട്ട്. അതുകൊണ്ട് ആ ചത്തെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ കേസിൽ പലരും വിളിച്ചാൽ പോലും വരാനായിട്ട് മടിക്കുന്ന അവസ്ഥ. ഞങ്ങൾ അവനെ പിടിച്ച് ഒതുക്കി. പോലീസ് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ദൈവബലം അവൻ്റെ ആൾക്കാരും കൂടി ഒന്ന് എന്താ വെച്ചാൽ ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ ഈ പച്ചക്ക് നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്കൊന്ന് നിങ്ങൾ അവനെടുത്ത് തുണി പാൻ്റ് അടിക്കാൻ പറഞ്ഞു. മുണ്ടൊക്കെ ഒരു കളഞ്ഞിട്ട് നിൽക്കുക, പാൻ്റൊക്കെ ഇടിച്ച് ബനിയാനൊക്കെ ഇടിച്ച് നേരെ കാക്കനാട് കുസുമേരി കൊണ്ടുപോയി അഡ്മിറ്റാക്കി ഒരു 3 ആഴ്ചത്തെ കോഴ്സ് ഡി അഡിഷൻ ചികിത്സയൊക്കെ ചെയ്ത് നല്ല കുടുകുട്ടപ്പനായിട്ടാണ് രക്ഷപ്പെടാൻ ഉള്ള. അപ്പം മാറിക്കഴിഞ്ഞപ്പോൾ അവന് നാണക്കേട് കൊണ്ട് ഇരിക്കാൻ വയ്യ. പക്ഷേ അന്നത്തെ അവസ്ഥയിലായിരുന്നു അവിടെ വിട്ടിട്ട് പോയാൽ അടുത്ത ദിവസം വേണമെങ്കിൽ കേസ് തിരിച്ചെടുക്കും, പിടിച്ചു നിൽക്കാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കും, പോലീസുകാർക്കെതിരെ തിരിയും, ഞങ്ങൾക്കെതിരെ തിരിയും. ഇങ്ങനത്തെ അവസ്ഥകൾ. അതുപോലെ കഞ്ചാവ് അടിച്ചിട്ട് സ്വന്തം സഹോദരനെ കത്തിക്കുത്തിയ ഒരു കേസ് ഇവിടെ എൻ്റെ അടുത്ത് വീട്ടിൽ ഒരുപാട് കേസിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്കൊന്നും ഒരു പേടിയില്ല, ആകെ പാവത്തിൽ വീണ അതൊരു പേടിയാണ്. കാരണം കുഞ്ഞുനാൾ മുതലേ കത്തിയും പാക്കത്തിയും കുന്തവും കുറുവടിയൊക്കെ എൻ്റെ അപ്പൻ, എന്നാൽ ഇത് കഴിക്കാതിരി, ബോധവും ഇതുമില്ല, ആയുധം വെച്ചുകൊണ്ട് കിടക്കുക, ആയുധം ഉണ്ടാക്കിക്കുക, ആരൊക്കെ വന്നി ഇങ്ങനെ അങ്ങനത്തെ ഭ്രാന്ത് പോലത്തെ അവസ്ഥ. ഒരു ദിവസവും 2 ദിവസമല്ല. അപ്പോൾ കൊല്ലണം ചാകണം ഇങ്ങനത്തെ അവസ്ഥയാണ്. ആരാ എന്താണെന്നുള്ള മേലുകീഴൊന്നുമില്ല. പക്ഷേ അപൂർവം ചില നല്ല മനുഷ്യരുടെ ഇടപെടൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ജോൺ ചാപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പച്ചൻ്റെ കുടുംബത്തിൽ വേറെ ആരും വരില്ല, നോക്കി നിന്നിട്ട് പോകും. പക്ഷേ അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനവും പേടിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ജോണോച്ചാപ്പ മന്നേ എന്നും പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കും. ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില മുഖങ്ങൾ, ആരും വരാത്ത ആരും ഇടപെടാത്ത കാര്യത്തിൽ. അദ്ദേഹം ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് വടി എടുത്തുകൊണ്ട് വന്ന പോലെ ഒരു ചെറിയ വടിയ ചൂരില എന്തെങ്കിലും പിടിച്ചുകൊണ്ട് വന്ന് അനങ്ങൂല അവിടെ നിന്ന്.
അപ്പോൾ ഞങ്ങൾ ഉപ്പൊക്കെ കലക്കി കുടിപ്പിക്കും. ഉള്ളിയും എണ്ണയും എല്ലാം കൂടെ പുളിയെല്ലാം കൂടെ പിഴിഞ്ഞ് എണ്ണാക്കിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഛർദ്ദിപ്പിച്ച് അല്ലെങ്കിൽ നാരങ്ങ കുടിച്ച് പിന്നെ അവിടെ കിടന്ന് ക്ഷീണിച്ച് ഉറങ്ങും. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആ കെട്ട് ഇല്ല. ഞാനിത് പറയുന്നത് എന്താ, ഇതിനേക്കാൾ നുറുങ്ങുന്ന വേദനിക്കുന്ന വ്യക്തികളുണ്ട്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്കുള്ളത് കൊണ്ട് നായ്ക്കൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് ധർമ്മവും ദാനവും സഹായവും അന്വേഷിച്ച് നടക്കുന്ന ആ ഭാര്യമാരെ ഭിക്ഷക്കാരെ പോലെ. എറണാകുളം ഭിക്ഷാടന നിരോധിത മേഖല, എറണാകുളത്തുള്ള വയറ്റിലേക്ക് അടുത്ത് ചളിക്കവട്ടത്തു നിന്ന് ഞാൻ ഇത് പറയുന്നത്. ഒരു സഹോദരി ഭർത്താവിനെ കൊണ്ട് എൻ്റെ യൂട്യൂബ് പ്രസംഗം കേട്ടിട്ട് വന്നു. വിദേശത്തൊക്കെ ഇവനെ കൊണ്ടുപോയി, പക്ഷേ ഒതുങ്ങണ്ടേ. അവിടെ കിട്ടാത്ത സ്ഥലത്ത് ലഹരി അന്വേഷിച്ച് ഗൾഫ് നാട്ടിൽ മദ്യമൊക്കെ ഉപയോഗിച്ച് ജോലിയും കളഞ്ഞ് ഭയങ്കര പ്രശ്നം, നാട്ടിലൊക്കെ കയറ്റിപ്പോയി. അവക്കും കൊച്ചുണ്ട്, ഇനി അവക്കും തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ നരകതുല്യമായ ജീവിതം. ഏക വിമോചകൻ ദൈവം മാത്രം, യേശു മാത്രം. ദൈവത്തിലേക്ക് തിരിഞ്ഞ അതെല്ലാം അവൻ. അപ്പോൾ ജോബിൻ്റെ പുസ്തകത്തിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ മദ്യത്തിൻ്റെ ഇത്രയും കഥകൾ കേട്ട് ജോബിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ഇത് വലിച്ചു കയറ്റുന്നതെന്ന് പറയും. ഓരോ പാവത്തിനും ഓരോ സുഖമുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ആദ്യം സുഖം കൊണ്ടാണ്, ഇപ്പോൾ സുഖമൊന്നുമില്ല, സുഖക്കേടാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ ഭാര്യ പറയുന്നത് കേട്ടോ, ഒരു പയ്യനെ കല്യാണം പോലും കഴിച്ചിട്ടില്ല, 4000 രൂപയുടെ മരുന്ന് ഇന്ന് കുത്തിവെക്കണമെന്ന്, ലിവറൊക്കെ മാറ്റി വെക്കണമെങ്കിൽ 40 ലക്ഷം എന്തോ ഒരു തുക പറയുന്നത് കേട്ടു. വെച്ചിട്ടും കാര്യമില്ല, എല്ലാം ഒരു പോക്കായി. വീണ്ടും ഒരമ്മ മാത്രമേ ഉള്ളൂ, കുടിയും വലിയും അറിയാതെയും രഹസ്യത്തിലും കട്ടും തുടങ്ങി. ഇനി ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന, ജീവിക്കയില്ല, മരിക്കയില്ല. അപ്പം ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ, അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം. മധുരം ഉണ്ടാകും. അവനത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം. നിൻ്റെയൊക്കെ ഭാര്യയും മക്കളും ആയിപ്പോയതാണ് ഇവർ ഈ ഭൂമിയിൽ ചെയ്ത പാപം. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അപ്പനും അമ്മയും ആയിപ്പോയതാണ് അവർ ചെയ്ത. വെല്ലുവിളിച്ചുകൊണ്ട് അമ്മേനോട് ഒരുത്തം പറയണേ, പ്രാർത്ഥനയും ധ്യാനവും എല്ലായിട്ടും നടന്നവൻ പച്ച പിടിച്ച് വിദേശത്തൊക്കെ പോയപ്പോൾ മദ്യക്കുപ്പികളായിട്ട് വരികയാണ്. കല്യാണത്തിന് ഒരുപാട് മദ്യക്കുപ്പിയൊക്കെ മേടിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, എടാ നീ എന്താ? അപ്പോൾ പറയണം, ഞാനിതൊക്കെ കഴിക്കും, അറിയാൻ വേണ്ടി പാടില്ലേ. എവിടെ നാരങ്ങ വെള്ളം കുടിച്ചാൽ തല ഇറങ്ങണവനാ. അഹങ്കാരം മൂത്ത് ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് ദൈവം വഴിയൊരുക്കി കൊടുത്തപ്പോൾ ഇപ്പം വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് ഞങ്ങൾ ആണുങ്ങളാണെന്ന്. ആണുങ്ങളാവുന്നത് ഇങ്ങനെയാണോ? അവസാനം ഡയാലിസിസ് യൂണിറ്റുകൾ ഇപ്പോൾ പല ആശുപത്രികളിലും തികയാതെയാണ്. ഞാൻ പേടിപ്പിച്ചുകൊണ്ടൊന്നും പറയല്ല, അതാണ് പോക്ക്. അപ്പോൾ അവസാനം ജോലിക്ക് പോലും പോകേണ്ടി വന്ന, ജീവിതത്തിൽ ഇന്ന് വരെ ആരുടെ മുമ്പിൽ കൈനീട്ടാത്ത ഭാര്യമാർ അല്ലെങ്കിൽ അമ്മ, അവരുടെയൊക്കെ ദുരന്തങ്ങൾ, ദുരിത കഥകൾ ധാരാളം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം. അവനത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിപ്പിക്കുന്നു. അതാണ് ഡയാലിസിസിൻ്റെ കാര്യം പറഞ്ഞത്, ലിവർ അടിച്ചു പോണ കാര്യം പറഞ്ഞത്. ദ ലാർജസ്റ്റ് മെറ്റാബോളിക് ഗ്ലാൻഡ് ഇൻ ദ ബോഡി, ലിവർ. അതാണ് കെമിക്കൽ, മരുന്നുകൾ, രാസപദാർത്ഥങ്ങൾ, ആൽക്കഹോൾ, ഇതിനെയൊക്കെ വേർതിരിക്കുന്ന ഭാഗം. അപ്പം ലിവറിനെ തന്നെ കയറി പിടിക്കും. അതുപോലെ കിഡ്നീനെ കയറി പിടിക്കും. ഹാർട്ടിൻ്റെ കാര്യം പറയാനില്ല. വികടമായ കാഴ്ചകൾ കാണും, ഞരമ്പുകളൊക്കെ ദ്രവിക്കും, തലയിലെ വെള്ളമൊക്കെ വറ്റിപ്പോകും. ഉണ്ടാകഞ്ഞ് അങ്ങനത്തെ വല്ലതും വലിച്ചു കയറ്റി കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കോ. പരിഹാരം ചെയ്തും നല്ല ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇന്നുണ്ട്, ദൈവം സഹായിച്ച് ഈ വിഷമൊക്കെ ഇറക്കിക്കളയാൻ. പക്ഷേ പിന്നെയും ഇത് കയറ്റിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യം, തലമുറകൾക്ക് വരെയും ദോഷം. കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ പഠന വൈകല്യങ്ങൾ, ഓർമ്മക്കുറവ്, ഐക്യു ഇല്ല, നിരപരാധിയായ കുഞ്ഞുങ്ങളാണ്. ഇവരുടെയൊക്കെ മക്കളോ പേരക്കിടാവോ ആയിട്ട് ജനിച്ചു പോയതാണ്. കാരണം ജീനുകൾ എന്ന് പറയും, മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വരുന്ന സയൻസ് പഠിപ്പിക്കുന്നതാണ്. ഈ ജീനുകളിലൂടെ ഈ ലഹരിയുടെ ബന്ധനം അല്ലെങ്കിൽ രോഗം അവരിലേക്ക് കിട്ടി. തങ്ങൾ ചെയ്യാത്ത തെറ്റിന് അപ്പൂപ്പൻ അല്ലെങ്കിൽ അപ്പൻ സുഖിച്ചതിൻ്റെ പേരിൽ, അവരുടെ മക്കളായി പോയതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന തലമുറകളുടെ ബന്ധനം. ഏക വിമോചകനായ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇനിയുള്ള ജീവിതം പ്രായശ്ചിത്ത പരിഹാര വേലകൾ ചെയ്ത്, അല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ഞാൻ കൂടി നിർത്തി വലി നിർത്തി പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. ഒരു പ്രായശ്ചിത്ത പരിഹാര പ്രവൃത്തികൾ ചെയ്ത്
ജീവിക്കുക. എന്തോരം മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കൊക്കെ വിട്ട് അതുപോലെ തന്നെ നല്ലൊരു ഭാഗം സൽപ്രവൃത്തികൾക്കും പാവപ്പെട്ടവരെ സഹായിക്കാനും സുവിശേഷ വേലകൾക്ക് വേണ്ടിയൊക്കെ ചെയ്യണം. കേൾക്കുമ്പോൾ ചിലപ്പോൾ കമൻറ്റ് പറയാം, അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നിയിട്ടൊരു കാര്യമില്ല. പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഇപ്രകാരം നല്ല പ്രവൃത്തികൾ ചെയ്ത് കൂട്ടായ്മ വേണം, വചനം വേണം, പ്രാർത്ഥന വേണം, കുർബാന വേണം, ജപമാല വേണം. പിടിച്ചു നിൽക്കും. പ്രൈസല്ലോ. എന്നിട്ട് ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പമായി. ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം കേട്ടോ, 12 മുതൽ. ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദിക്കുന്നു. ദൈവം അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു. അവൻ സർപ്പവിഷം കുടിക്കും, അണലിയുടെ കടിയേറ്റ് മരിക്കും. അത് അതിനേക്കാൾ മെച്ചമാണ്. എന്നെ പാമ്പടി വെക്കുന്നത് നല്ലതാണെന്നല്ല, അതിനേക്കാൾ ഭീകരമായ അവസ്ഥകളാണ് കണ്ട് വരുന്നത്. അതുകൊണ്ട് ഇതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. ആരും ഒന്നും നേടിയിട്ടില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, മാതാപിതാക്കന്മാരെ കുടിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അങ്ങനെ ലഹരിയുടെ ബന്ധനങ്ങൾ കിട്ടിയ കുഞ്ഞുങ്ങളുണ്ട്, യുവജനങ്ങളുണ്ട്, ദുർമാതൃക നൽകുന്ന മാതാപിതാക്കൾ. അപ്പോൾ ആ മേഖലയിലെല്ലാം യേശുവിൻ്റെ തിരുത്ത് കർത്താവെ, ഈ വചനം കേട്ട മദ്യം, മയക്കുമരുന്ന്, ലഹരി, ഹാൻസ്, പാൻപരാഗ് എങ്ങും കിട്ടാനില്ലെങ്കിൽ ഇവർ പോയി തപ്പിക്കൊണ്ട് തന്നെ ഇവരെ തേടി ആൾക്കാർ തന്നെ. ഹാൻസും പാൻപരാഗൊക്കെ നിരോധിച്ചിട്ട് നാളുകളായി. പക്ഷേ എന്നാലും ഉടനെ 1-ാം തീയതി ആയാലും കൊള്ളാം, അല്ലാത്ത ദിവസം ആയാലും കൊള്ളാം, ഓടി സംഘടിപ്പിച്ച് വന്നെയാണ്. കുടുംബത്ത് 1 മണി അരിയില്ലെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കാൻ ആരുമില്ല. പക്ഷേ കള്ള് കുടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ മാറ്റാൽബോധം എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഒരു ഗതിയില്ലാതിരുന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കാതെ ആയപ്പോഴാണ് സുബോധം വന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരം. പക്ഷേ ഇതും അതിൻ്റെ അപ്പുറവും ഉണ്ടായിട്ട് തിരിച്ചറിയാത്ത എത്രയോ പേരുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറക്കണേ, മാനസാന്തരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അവരോടുള്ള വെറുപ്പുകളെ ഞങ്ങളുടെ ജീവിതകഥ പറയുകയാണ്. ക്ഷമിച്ചപ്പോഴാണ് ആ ബന്ധനം വിട്ടുപോയത്. ഞങ്ങളിൽ നിന്നും വിട്ടുപോയി, അപ്പനിൽ നിന്ന് ആ മദ്യാസക്തി, ലഹരിയുടെ ബന്ധനങ്ങൾ വിട്ടുപോയി. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരും ഒറ്റ പ്രാർത്ഥന മതി. ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച് ഇവരെ അനുഗ്രഹിക്കണേ. ഇത് എൻ്റെ ജീവിതവും തകർത്ത് അവരും നശിക്കുന്നു. സമൂഹത്തിൻ്റെ മുമ്പിൽ മാനഹാനി, പട്ടിണി, ദാരിദ്ര്യം, രോഗം, കടബാധ്യതകൾ, ജപ്തി, എന്തു പാപം ചെയ്തിട്ടാണ്. ശാപവാക്കുകൾ പറയുന്നു, അല്ലെങ്കിൽ തലയിൽ വെറുപ്പ് വെക്കുന്നു. രക്ഷപ്പെടില്ല. ജീവിത പങ്കാളി പിരിഞ്ഞു പോയത് കൊണ്ടോ ആത്മഹത്യ ചെയ്ത് കൊണ്ടോ ഒന്നും ഈ കാര്യത്തിൽ രക്ഷയില്ല. മാനസാന്തരം കൊടുക്കാൻ. അതുകൊണ്ട് ദൈവം എൻ്റെ പങ്കാളിയെ, ഈ മകനെ, ഈ അപ്പനെ ഏൽപ്പിച്ചു തന്നത് അവർക്ക് വേണ്ടി ഇന്ന് തൊട്ട് ഈ മദ്യപാനിയായ, ഈ ലഹരിക്കടിപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അവരുടെ വായുനാരസം മാറ്റിക്കളയണമേ. അവരുടെ രക്തത്തെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്ത്, എൻ്റെയൊക്കെ കുടുംബത്ത് കല്യാണങ്ങൾ, 3 കല്യാണങ്ങൾ. എനിക്ക് ഒരു സഹോദരനും സഹോദരിയാണ്. സഹോദരി മരിച്ചുപോയി, 38-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ അതിൽ 3 കുഞ്ഞുങ്ങളുണ്ട് അളിയൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളുടെ 3 കല്യാണങ്ങൾ നടന്നപ്പോഴും ഞങ്ങളുടെ കുടുംബത്ത് മദ്യം കയറ്റിയില്ല, ആരെ കൊണ്ട് കയറ്റിച്ചുമില്ല, അത് വിളമ്പിയില്ല. അതിൻ്റെ പേരിൽ ആവശ്യം ബഹിഷ്കരിച്ചവരുണ്ട്. ഒരു വൈദികൻ തൻ്റെ ഒരു മാസികയിൽ, ആത്മീയ പ്രസിദ്ധീകരണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് അറിയാനും കാണാനും ഇടയായി. പ്രസംഗത്തിലും പറയുന്നത് കേട്ടു. 3 മക്കളുടെ കല്യാണം നടന്നപ്പോഴും താൻ ചെയ്യുന്ന ശുശ്രൂഷ, വാക്കും പ്രവൃത്തിയും അകലമില്ലാതെ പ്രവർത്തിച്ച ആ കുടുംബം. അതുകൊണ്ട് ഇത് കൊടുത്തുള്ള സന്തോഷം നമുക്ക് ആർക്കും വേണ്ട. കുടിച്ച് വലിച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ പങ്കാളികളുടെ പ്രാക്കുണ്ടല്ല, അത് നമ്മുടെ കുടുംബങ്ങളുടെ അടിത്തറ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഈ പ്രാക്കത്തുന്ന സാധനം ആർക്കും കൊടുക്കുകയും വേണ്ട. ഇനി ജോലി ചെയ്യുന്നവന് അവൻ്റെ കൂലി കള്ള് കൊടുത്തല്ല സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ചിലരെയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, എടാ പഴുത്തിരിക്കണേന്ന് പറയും. എത്ര ആക്സിഡൻറ്റുകളാണ് കാണുന്നത്. പക്ഷേ പലപ്പോഴും ഇതൊന്നും പത്രത്തിലോ റിപ്പോർട്ടുകളിലോ ഒന്നും വരാറില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി ആ കുടുംബത്തിന് കിട്ടാനുള്ളത് കിട്ടാതിരിക്കേണ്ടെന്ന് ഓർത്ത്. പക്ഷേ ഇപ്പോൾ ആ നിലയൊക്കെ മാറി തുടങ്ങി. ശക്തമായ നിയമ നടപടികൾ തുടങ്ങി. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, അതുപോലെ ഇൻഷുറൻസ് കിട്ടില്ല മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡൻറ്റ് സംഭവിച്ചാൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. തിരിച്ചറിയുക. നമുക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ല. സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി, ലൂക്ക 21:34 മുതലുള്ള ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കും.
കെണിയിൽ വീഴുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിൻ്റെ അനുഭവം തരണേ, ഇവരോട് ക്ഷമിക്കാൻ കൃപ നൽകണമേ, ഞങ്ങളോട് തന്നെ ഞങ്ങൾക്ക് ക്ഷമിക്കാനും പൊറുക്കാനും. കുടുംബത്തിൽ പ്രാർത്ഥന തരണമേ, വ്യക്തിപരമായ പ്രാർത്ഥനയിലും വചനവായനയിലും ദൈവാശ്രയത്തിലും വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലൂടെ എല്ലാം കടന്നു പോകാൻ കൃപ തരണമേ. ഉറച്ച തീരുമാനം എടുക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുമോ ഓർമ്മപ്പെടുകയൊക്കെ ചെയ്താൽ അവർ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യട്ടെ. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, പറയുന്നത് മനുഷ്യനാണെന്ന് മാത്രം, നമ്മളൊരു ഉപകരണം മാത്രം. അപ്പോൾ മഷിയില്ലാത്തൊരു പേന, ആ പേന കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? അതിൽ ചുമപ്പ പച്ച നീല മഷിയുള്ളപ്പോഴാണ് അത് തെളിയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഇന്ന് പകർന്നു തരുന്നത് ഈ പറഞ്ഞ് കേട്ടതുപോലത്തെ ഗതികേട് ആർക്കും ഉണ്ടാകരുത്. ഈ ജീവിതം ഇതൊന്നും ഇല്ലാതെ എത്രയോ സന്തോഷത്തിലും സമാധാനത്തിലും ആ ഭാര്യയോടൊപ്പം ആ മക്കളോടൊപ്പം ഒക്കെ നമുക്ക് ജീവിക്കാൻ ഒക്കെ സാധിക്കും. ദൈവം പരിശുദ്ധാത്മാവിലൂടെ ലഹരി തരും. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം കാണിച്ചു തരുന്ന അവർക്ക്, ബോധ്യം തരുന്നവർക്ക് പരിശുദ്ധാത്മാവ് തരുന്നെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, കാണുക, പ്രാർത്ഥിക്കുക, പരസ്പരം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.